സോ ഹലോ ഗായ്സ്, എൻ്റെ പേര് കൈറോ. മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ ഈ ഒരു മാപ്പിൻ്റെ ഈ ഒരു മാപ്പിൻ്റെ ഒരു 2-3 മാപ്പ് നമ്മൾ ചെയ്തായിരുന്നു. അതേപോലെ തന്നെ നമ്മൾ കോപ്പറിൻ്റെ ഫുൾ ആർമർ സെറ്റാണ് ഇട്ടിരുന്നത്. അത് ഞാൻ ഈ ജാവ വെർഷനിലോട്ട് ഗെയിം ഫയൽ മാറ്റിയപ്പോൾ അത് ബഗ് അടിച്ചു പോയി. സോ നമ്മൾ മൈനിങ് ചെയ്ത് അയണിൻ്റെ ഫുൾ ആർമർ സെറ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ആക്സും പിന്നെ ഒരു സോഡും. വേറെ ഒന്നും പ്രത്യേകിച്ച് അയണിൽ ചെയ്തിട്ടില്ല. ഇനിയും കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സോ നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമ്മുടെ ബേസ് ബിൽഡ് ചെയ്യാനാണ് പോകുന്നത്. സോ ഞാൻ ഈ ഒരു ഐലൻഡ് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഐലൻഡിൽ കൊണ്ട് ബേസ് ബിൽഡ് ചെയ്താലോ എന്ന് ഏകദേശം ആ ഒരു ആംഗിൾ വരും. സോ ഈ ഒരു ഐലൻഡിൽ കൊണ്ട് ബേസ് ബിൽഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു വില്ലേജും ഞാൻ എക്സ്പ്ലോർ ചെയ്ത് മിണ്ടായിട്ടിടാം. ഈ ഒരു വില്ലേജ് ഞാൻ എക്സ്പ്ലോർ ചെയ്ത് ഈ 2 വില്ലേജിലും എനിക്കൊന്നും കിട്ടിയില്ല. ഒരു ബ്ലാക്ക് സ്മിത്ത് പോലും ഇല്ലാത്ത വില്ലേജ് ആയിപ്പോയി. അതേപോലെ തന്നെ നിങ്ങൾ എൻ്റെ സൗണ്ടിന് നല്ലൊരു വ്യത്യാസം വന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. മൈൻക്രാഫ്റ്റ് തുടങ്ങാൻ വേണ്ടി കാത്തിരിക്കുമായിരുന്നെന്ന് തോന്നുന്നു. എനിക്ക് പനി പിടിച്ചു. ഞാൻ ഓൾറെഡി ഈ ഒരു ലൊക്കേഷനിലെല്ലാം പോയിട്ട് വന്നതാണ്. സോ എനിക്ക് ഈ ഒരു ലൊക്കേഷൻ ഈ ഒരു ചെറിയ ഐലൻഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവിടെ ബേസ് വെച്ച് കഴിഞ്ഞാൽ സെറ്റാകും എന്നുള്ളൊരു മൈൻഡ് ഉള്ളതുകൊണ്ടാണ് ഞാൻ അവിടെ ബേസ് വെക്കാനായിട്ട് തീരുമാനിക്കുന്നത്. എന്തായാലും രാത്രി വരുന്നുണ്ട്. ഒന്ന് കിടന്നുറങ്ങിയിരുന്നെങ്കിൽ ഉറങ്ങാൻ സമയമായില്ല. ഓക്കെ, നമ്മുടെ കയ്യിലൊരു ബോട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ എന്തുകൊണ്ട് ഇത് ജാവയിലോട്ട് മാറ്റിയെന്ന് ചോദിച്ചാൽ പറഞ്ഞുതരാം. വളരെ സിമ്പിളാണ്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് ബിൽഡ് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് റീപ്ലേ മോഡ് ഇട്ട് ഒരു സിനിമാറ്റിക് രീതിയിൽ എനിക്ക് ആ ഒരു ബേസ് ബിൽഡ് ചെയ്യുന്നത് കാണിക്കാൻ പറ്റും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഭയങ്കര ശബ്ദമാണല്ലോ. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ മോബ്സിൻ്റെ ഹെഡ്സ്, അതായത് ഞാനിപ്പോൾ ഒരു മോബിനെ കൊന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഹെഡ് എനിക്ക് കിട്ടും. അതുപോലെ തന്നെ ഞാൻ ഇവിടെ ഒരു പശുവിൻ്റെ ഹെഡ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറേ മോഡ്സ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ആ മോഡ്സ് ഞാൻ ലിസ്റ്റ് കാണിച്ചു തരാം. ജസ്റ്റ് മോഡ്സിലോട്ട് പോയി കഴിഞ്ഞാൽ കണ്ട കുറേ മോഡ്സ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്തെടുക്കുക. ഓക്കെ, ഈ മോഡ്സ് എല്ലാം നമുക്ക് ബെഡ്റോക്കിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റത്തില്ല. സോ അതുകൊണ്ടാണ് ഞാൻ ജാവയിലോട്ട് ഷിഫ്റ്റ് ആയത്. എനിക്ക് 60 FPS സ്റ്റേബിലിറ്റി വെക്കുന്നുണ്ട്. അത് റെക്കോർഡിംഗ് ആയതുകൊണ്ടാണ്. ഇനി അഥവാ റെക്കോർഡിംഗ് അല്ല എങ്കിൽ എനിക്കൊരു 100 FPSന് മേളിൽ കിട്ടും. സോ ഈ ഒരു ജാവ വേർഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ നിങ്ങൾക്ക് ഹെൽപ്പ് വേണമെങ്കിൽ പറയുക കമൻറ്റിൽ. ഞാൻ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ഇറക്കാം. അതുപോലെ തന്നെ ഫാബ്രിക് വേർഷനിലാണ് കളിക്കുന്നത്. പിന്നെ അയൺ മൈൻ ചെയ്ത് കിട്ടിയതിൽ എനിക്ക് പറ്റിയൊരു മണ്ടത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിഡൻ്റ് ഞാൻ ഈ ഒരു 2 ചെസ്റ്റ് എക്സ്ട്രാ അങ്ങോട്ട് പണിത് വെച്ചു. സാരമില്ല. സോ എന്തായാലും നമുക്ക് ബോട്ട് എടുത്തിട്ടുണ്ട്. സോ ഇനി നമ്മൾ ആ ഒരു ഞാൻ ബേസ് ബിൽഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു സ്പ്രൂസും അതേപോലെ തന്നെ നമ്മുടെ ഡീപ്പ് സ്ലേറ്റും കൊണ്ടുള്ള ഒരു ഡിസൈനിലാണ്. സോ നമ്മൾ ഈ ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്തപ്പോൾ ആദ്യം സ്പോൺ ആയത് സ്പ്രൂസ് വേൾഡിലാണ്, സ്പ്രൂസിൻ്റെ ഭയം. അപ്പോൾ നമുക്കിനി അങ്ങോട്ടൊന്ന് പോകണം. ഡാമേജ് ആയിട്ടൊന്നും പറഞ്ഞില്ല. ഓക്കെ, സോ നമുക്കിനി അങ്ങോട്ടൊന്ന് പോകണം. ജസ്റ്റ് ഞാൻ എന്തായാലും ആ ഒരു ഏരിയ കണ്ടുപിടിക്കാനാണ് ഇനി പാട്. ഞാൻ ഏത് ലൊക്കേഷനാണെന്ന് ആക്ച്വലി മറന്നുപോയി. ഈ ഒരു ആംഗിൾ പിടിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ആ സ്ക്രൂസ് ബയോമിൽ എത്താൻ പറ്റും, ഉറപ്പാണ്. സോ ഈ ഒരു എപ്പിസോഡ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് ചെയ്ത പോലെ 20 മിനിറ്റോളം ഒന്നും ഇല്ല. നമ്മൾ മാക്സിമം ടൈം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വീഡിയോസ് കട്ട് ചെയ്ത് മാറ്റുന്നത്. സോ ഈ സ്പ്രൂസ് ബയോമിലോട്ട് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് കുറേ മരങ്ങൾ മുറിക്കണം. അതുപോലെ തന്നെ ഞാൻ ഒരു മോഡൂടെ യൂസ് ചെയ്യുന്നുണ്ട്. അത് ഈ മരം മുറിക്കാൻ വേണ്ടി എളുപ്പത്തിന് വേണ്ടിയിട്ട് മാത്രമാണ്, അല്ലാണ്ട് വേറെ ഉടായ്പൊന്നുമല്ല. നിങ്ങൾക്കറിയാമല്ലോ ഞാൻ ഭയങ്കര മടിയനാണ്. സോ ഒന്നുമില്ല, ഈ മരം ഇങ്ങനെ മുറിച്ച് കഴിഞ്ഞാൽ എല്ലാ മരം കൂടെ പറങ്ങി എൻ്റെ കൈ വരും. നല്ലതല്ലേ? അപ്പം ഈ ഒരു മരം മുഴുവനും മുറിച്ച് കഴിഞ്ഞിട്ട് വേണം എനിക്കിനി നമ്മുടെ ബേസിലോട്ട് പോകാൻ. അപ്പോൾ അത്യാവശ്യം നല്ലപോലെ തന്നെ സ്പ്രൂസിൻ്റെ ഓക്ക് വേണം. അതുപോലെ തന്നെ നമുക്ക് നിറയെ ഡീപ്പ് സ്ലേറ്റും വേണം. ഓക്കെ, നമ്മുടെ ബേസിൻ്റെ റൂഫ് ചെയ്യുന്നത് മൊത്തം ഡീപ്പ് സ്ലേറ്റ് യൂസ് ചെയ്തിട്ടായിരിക്കും. സോ നമുക്ക് നിറയെ ഡീപ്പ് സ്ലേറ്റും വേണ്ടി വരും. സോ നമുക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് മരങ്ങളെല്ലാം ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, അത്യാവശ്യം വേണ്ട വുഡും കാര്യങ്ങളെല്ലാം ഞാൻ ശേഖരിച്ചിട്ടുണ്ട്. ഇനി ആ ഒരു ബേസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ലൊക്കേഷൻ, അതായത് ഈ ഒരു ചെറിയ ഐലൻഡിൽ ഞാൻ കൊണ്ട് ബേസ് ബിൽഡ് ചെയ്യാം. ഇവിടെ ഒരു ഐലൻഡ് ഉണ്ട്, അത് നമുക്ക് ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഒരു ബിൽഡിന് വേണ്ടി മാറ്റി വെച്ചേക്കാം.
കണ്ടിട്ട് വേറെ ഒന്നും തോന്നരുത്. ഈ ഒരു ഐലൻഡിലായിരിക്കും നമ്മളിനി എൻ്റെ ഒരു ബേസ് ബിൽഡ് ചെയ്യാൻ പോകുന്നത്. സോ ഇനി നമുക്ക് ആ ഒരു ഐലൻഡിൽ പോയിട്ട് നല്ലൊരു ലൊക്കേഷൻ നോക്കി സെറ്റാക്കണം. സോ അതേപോലെ തന്നെ ഈ വീഡിയോയ്ക്ക് ഇതുവരെയായിട്ടും നിങ്ങൾ ലൈക്ക് അടിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് കൂടെ അടിച്ചേക്കുക. സോ നമ്മൾ റോഡ് ടു 2K ഫാമിലിയാണ്, എല്ലാവർക്കും അറിയാലോ. സോ ഇനി മിക്കവാറും നിങ്ങൾ ടൈം ലാപ്സിലായിരിക്കും അവരെ ബേസ് ബിൽഡിങ് കാണാൻ പോകുന്നത്. സോ നിങ്ങൾ ആ ഒരു ടൈം ലാപ്സ് കണ്ടിട്ട് പോവാം, ബാക്കി നമുക്ക് അപ്പോൾ പറയാം. സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വീഡിയോൻ്റെ ലെങ്ത്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ബേസ് ബിൽഡ് ചെയ്യുന്നത് മാത്രമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എപ്പിസോഡായിട്ട് വരുന്നത്. കഴിഞ്ഞ വീഡിയോ നമ്മൾ 20 മിനിറ്റാണ്, അതും എന്ത് സംസാരിച്ചിട്ടാന്ന് എനിക്കും മനസ്സിലായില്ല. 20 മിനിറ്റോളം ആ ഒരു വീഡിയോൻ്റെ ലെങ്ത്ത് വന്നതുകൊണ്ട് തന്നെ നമുക്ക് വ്യൂസ് അധികം കിട്ടത്തുമില്ല. സോ എന്തായാലും ഈ ഒരു അതാണെന്ന് തോന്നുന്നു ഒരു ഹൈലൈറ്റ്. സോ ഈ ഒരു വീഡിയോ മാക്സിമം 10 മിനിറ്റിന് താഴെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ ഈ ഒരു ഐലൻഡ് ഇനി ഇതൊന്ന് കുറച്ച് ക്ലീനാക്കി എടുക്കാനുണ്ടല്ലോ. സോ ഗൈസ്, ഞാൻ ഇനി നമ്മുടെ ബേസ് ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ ബേസിൻ്റെ പണി മുക്കാലും കഴിഞ്ഞെന്ന് വേണേൽ പറയാം. ഇനി കുറച്ച് ഡിസൈനും കാര്യങ്ങളും ചെയ്യാൻ മാത്രമേ ഉള്ളൂ. എന്തായാലും ഞാൻ ഈ വീഡിയോയിൽ അത് ചെയ്യുന്നില്ല. സോ ഇതായിരിക്കും നമ്മുടെ വീട്. ഇനി കട്ടിലെടുത്ത് നമുക്ക് അകത്തിടാം. ഓക്കെ, സോ ഇതായിരിക്കും നമ്മുടെ വീട്. ഇതിനകത്ത് വലിയ ഡിസൈനോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല. നമുക്കിനി കുറച്ച് ഫർണിച്ചർ വെച്ച് ഗ്ലാസ് സെറ്റാക്കിയിട്ട് ഇവിടെ ഗ്ലാസ് വെക്കണം. ഇവിടെ എല്ലായിടത്തും ഗ്ലാസ് വെക്കണം. മണ്ടയ്ക്ക് വെക്കാറുണ്ട്, അതുപോലെ തന്നെ ഈ റൂമിലും ഇവിടെയും വെക്കാറുണ്ട്. സോ ഇത് നമ്മുടെ പുറകോട്ട് ഇറങ്ങാനുള്ള വഴി. സോ ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു പോണ്ട് കിഡിലായിട്ട് സെറ്റാക്കാന്നുള്ളൊരു മൈൻഡാണ്. സോ തൽക്കാലത്തേക്ക് ഈ ഒരു ബെഡ് ഇവിടെ ഇരുന്നോട്ടെ. ഓക്കെ, ഇനി
നമ്മൾ മാപ്പ് ഉണ്ടാക്കിയിരിക്കുന്ന ലൊക്കേഷൻ വെച്ചേക്കുന്നുണ്ടല്ലോ, മാപ്പ് ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നത്, ആ മാപ്പിനെ നമ്മൾ ഇതിലിറങ്ങി ഇവിടെ ഒരു ചെറിയൊരു ടണൽ ഉണ്ടാക്കിയിട്ട് ആ ടണലിനകത്ത് സെറ്റ് ചെയ്യാമെന്നുള്ള സെറ്റപ്പാണ്. അതായത് സുധിയണ്ണൻ്റെ വീഡിയോ കണ്ടിട്ടുള്ള പോലെ ഒരു അണ്ടർഗ്രൗണ്ട് വന്നിട്ട് ലെഫ്റ്റിൽ ലോക്ക്ഡ് മാപ്പും റൈറ്റിൽ അപ്ഡേറ്റഡ് മാപ്പ്, അങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോൻ്റെ ലെങ്ത് കൂട്ടണ്ട എന്നുള്ളൊരു മൈൻഡിലാണ് ഞാനത് ഓഫ് ക്യാമറയിൽ വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചത്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് അടിക്കുക, അതുപോലെ ലൈക്ക് അടിച്ചില്ല ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, പിന്നെ വേറൊരു കാര്യം നിങ്ങൾ പറയുക, ഇത് ഈ ജാവ വെർഷനിൽ തന്നെ തുടങ്ങണോ അതോ മറ്റേ ബെഡ് റോക്കിലേക്ക് തിരിച്ചു കൊണ്ടുപോകണോ എന്നുള്ളൊരു കാര്യം. പിന്നെ ഈ പണി നടക്കുന്ന സമയം ഭയങ്കരമായിട്ട് മഴയും ഇരുട്ടും, ഇത് രണ്ടും മാത്രം മാറുന്നില്ല, ഇത് രണ്ടും എപ്പോഴും കൂടെ. അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.